നമസ്കാരം. കടുത്ത വേദനയുടെ ഒരു രാത്രിയിൽ നിന്ന് പ്രത്യാശ നിറഞ്ഞൊരു പ്രഭാതത്തിലേക്ക് ഒരു മനുഷ്യൻ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്? 6-ാം സങ്കീർത്തനം ശരിക്കും പറഞ്ഞാൽ ആ ഒരു യാത്രയുടെ നേർചിത്രമാണ്. അപ്പം നമുക്കൊരുമിച്ച് ഇതിന്റെ ആഴങ്ങളിലേക്കൊന്നിറങ്ങിച്ചെല്ലാം. 6-ാം സങ്കീർത്തനത്തെ കണ്ണുനീരിന്റെ സങ്കീർത്തനമെന്ന് വിളിക്കുന്നതിൽ അതിശയമൊന്നുമില്ല. കാരണം ഇത് സഹനത്തിന്റെ ഏറ്റവും അറ്റത്തു നിന്നുള്ള ഒരു നിലവിളിയാണ്. ദാവീദ് ഇവിടെ ഒന്നും ഒളിച്ചുവെക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള സത്യസന്ധമായ വികാരങ്ങൾ നമുക്കിതിൽ കാണാൻ പറ്റും. ഒരുപക്ഷെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്കെല്ലാവർക്കും തോന്നിയിട്ടുള്ള അതേ വികാരങ്ങൾ. ഈ സങ്കീർത്തനത്തിന് ശരിക്കും ഒരു പ്രത്യേക ഘടനയുണ്ട്. ഒരു യാത്ര പോലെ. ആദ്യം സഹിക്കാൻ പറ്റാത്ത ദുരിതത്തിൽ നിന്ന് തുടങ്ങുന്നു. പിന്നെ ഹൃദയം നുറുങ്ങിയുള്ള ഒരു പ്രാർത്ഥനയിലേക്ക് കടക്കുന്നു. ഒടുവിൽ ദൈവത്തിൽ നിന്ന് വിടുതൽ കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ എത്തിച്ചേരുന്നു. അപ്പോ ഈ വൈകാരികമായ യാത്ര നമുക്കൊന്ന് ഒരുമിച്ച് പിന്തുടർന്നാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. വേദനയുടെ ആഴങ്ങൾ. ദാവീദ് ഇവിടെ പറയുന്നത് വെറുമൊരു മോശം ദിവസത്തെപ്പറ്റിയല്ല, മറിച്ച് ശാരീരികമായും മാനസികമായും ആത്മീയമായും തകർന്നുപോയൊരവസ്ഥയെക്കുറിച്ചാണ്. ഈ വാക്കുകളുടെ ഒരു ഭാരം നോക്കൂ. നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ, ഞാൻ തളർന്നിരിക്കുന്നു. ഇതൊരു വെറും അപേക്ഷയല്ല കേട്ടോ. ഇത് തനിക്ക് പ്രതിരോധിക്കാൻ ഒരു ശക്തിയുമില്ലെന്ന് സമ്മതിക്കുന്ന, പൂർണ്ണമായും തകർന്നുപോയ ഒരാളുടെ യാചനയാണ്. ഇവിടെയാണ് ഇതിലെ പ്രധാന കാര്യം. ദാവീദ് തന്റെ തെറ്റുകൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം യാചിക്കുന്നത് ദൈവത്തിന്റെ കോപമല്ല, കരുണയാണ്. ശരീരത്തിലും ആത്മാവിലും ഒരുപോലെ തളർന്ന് അദ്ദേഹം ദൈവത്തിന്റെ കരുണയിൽ പൂർണ്ണമായി അഭയം തേടുകയാണ്. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തകർച്ചയുടെ സമയങ്ങളിൽ ആശ്രയിക്കേണ്ടത് ശിക്ഷയിലല്ല, ദൈവത്തിന്റെ കരുണയിലാണ്. ആത്മീയ വേദനയുടെ പാരമ്യത്തിൽ ദാവീദ് ചോദിക്കുകയാണ്, എന്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു, നീയോ യഹോവേ എത്രത്തോളം? ഒരുപക്ഷേ കഠിനമായ സഹനങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിൽ ചോദിച്ചിട്ടുള്ള അതേ ചോദ്യമായിരിക്കും ഇത്, അല്ലേ? ഈ ചോദ്യം, യഹോവേ എത്രത്തോളം, ഇതൊരു സംശയത്തിന്റെ ചോദ്യമല്ല, മറിച്ച് വിശ്വാസയാത്രയുടെ ഒരു ഭാഗമാണ്. ദാവീദിന്റെ ആത്മാവ് ശരിക്കും ഒരു പോരാട്ടത്തിലായിരുന്നു. പക്ഷേ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഏറ്റവും ഇരുണ്ട നിമിഷങ്ങളിൽ ദൈവം നിശ്ശബ്ദമാണെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ആ നിശ്ശബ്ദത അവിടുത്തെ അഭാവമല്ല, സാമീപ്യമാണ്. ആ പോരാട്ടത്തിന്റെ നടുവിൽ നിന്നാണ് ഈ പ്രാർത്ഥനയുടെ കാതൽ വരുന്നത്. നിന്റെ കാരുണ്യം നിമിത്തം എന്നെ രക്ഷിക്കണമേ. ശ്രദ്ധിച്ചോ, അദ്ദേഹം തന്റെ യോഗ്യത കൊണ്ടല്ല, മറിച്ച് ദൈവത്തിന്റെ ഒരിക്കലും വറ്റാത്ത സ്നേഹം മുൻനിർത്തിയാണ് രക്ഷയാചിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ദാവീദിന്റെ ഏക പ്രത്യാശ ദൈവത്തിന്റെ കരുണയിൽ മാത്രമാണ്, സ്വന്തം പ്രവൃത്തികളിലോ യോഗ്യതയിലോ അല്ല. തകർന്ന ഹൃദയത്തിൽ നിന്ന് വരുന്ന യഥാർത്ഥ പ്രാർത്ഥന എങ്ങനെയാണ്? അതെ, ദൈവത്തിന്റെ ആ വറ്റാത്ത സ്നേഹം തന്നെയാണ് മനുഷ്യന്റെ ഒരേ ഒരു യഥാർത്ഥ പ്രത്യാശ. അടുത്തത് മരണത്തെ മുഖാമുഖം കാണുന്ന ഒരാളുടെ യാചനയാണ്. മരണത്തിൽ നിന്നെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ. ഇത് വെറുമൊരു കാര്യം പറയുന്നതല്ല, മറിച്ച് ജീവിച്ചിരുന്ന് അങ്ങയെ സ്തുതിക്കാൻ എനിക്കൊരവസരം കൂടി തരൂ എന്നൊരു അപേക്ഷയാണ് ഇതിൽ ഒളിഞ്ഞിരിക്കുന്നത്. ദാവീദിന് താൻ മരണത്തിന്റെ വക്കിലാണെന്ന് തോന്നി. അപ്പോൾ അദ്ദേഹം വാദിക്കുകയാണ്, ഞാൻ മരിച്ചുപോയാൽ പാതാളത്തിൽ നിന്ന് എനിക്ക് അങ്ങയെ സ്തുതിക്കാൻ കഴിയില്ലല്ലോ എന്ന്. അദ്ദേഹത്തിന്റെ ഈ വാദം നമ്മളെയും ഒരു സത്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ജീവിതം ദൈവത്തെ മഹിമപ്പെടുത്താനുള്ള ഒരവസരമാണ്. അത് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. സങ്കടത്തിന്റെ എത്ര തീവ്രമായ ഒരു ചിത്രമാണിത്! ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്റെ കട്ടിലിനെ കണ്ണുനീരുകൊണ്ടു നനയ്ക്കുന്നു. രാത്രികൾ മുഴുവൻ കരച്ചിലിൽ മുങ്ങി. കണ്ണുനീര് അദ്ദേഹത്തിനൊരു കൂട്ടാളിയായി മാറുന്നൊരവസ്ഥ. ദാവീദിന്റെ ദുഃഖത്തിന്റെ ഏറ്റവും സത്യസന്ധമായ ചിത്രീകരണങ്ങളിൽ ഒന്നാണിത്. അദ്ദേഹത്തിന്റെ രാത്രികൾ മുഴുവൻ കരച്ചിലുകൊണ്ട് നിറഞ്ഞിരുന്നു. ആ കണ്ണുനീരൊരു പ്രാർത്ഥനയായി മാറുകയായിരുന്നു. ഇതിലേറ്റവും വലിയ ആശ്വാസം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കണ്ണുനീരിനൊരു ഭാഷയുണ്ട്. അത് ദൈവം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നൊരു പ്രാർത്ഥനയാണ്. ഇത്രയും ആഴത്തിലുള്ള നിരാശയിൽ നിന്ന് എങ്ങനെയാണ് ഒരു മാറ്റം വരുന്നത്? ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ സങ്കീർത്തനത്തിലെ ആ നിർണായകമായ വഴിത്തിരിവാണ്. കടുത്ത നിരാശയിൽ നിന്ന് ഉറച്ച വിശ്വാസത്തിലേക്കുള്ള ഒരു നാടകീയമായ മാറ്റം. ഈ സ്ലൈഡിലെ വ്യത്യാസമൊന്ന് നോക്കൂ. ഒരു വശത്ത് യഹോവ എത്രത്തോളം എന്ന് ചോദിക്കുന്ന നിരാശയുടെ നിലവിളി, മറുവശത്തോ യഹോവ എന്റെ കരച്ചിൽ കേട്ടിരിക്കുന്നു എന്ന വിശ്വാസത്തിന്റെ ഒരു പ്രഖ്യാപനം. ഇത് ഈ സങ്കീർത്തനത്തിന്റെ വൈകാരികവും ആത്മീയവുമായൊരു ക്ലൈമാക്സാണോ? ഈ പുതിയ ആത്മവിശ്വാസം 3 ഉറപ്പുകളിൽ നിന്നാണ് വരുന്നത്. 1, ദൈവം എന്റെ കരച്ചിൽ കേട്ടിരിക്കുന്നു. 2, ദൈവം എന്റെ കരുണയ്ക്കായുള്ള അപേക്ഷ കേട്ടിരിക്കുന്നു. 3, ദൈവം എന്റെ പ്രാർത്ഥന സ്വീകരിക്കും. നോക്കൂ, വേദനയ്ക്ക് ശേഷം വരുന്ന ഇത്തരമൊരു വിശ്വാസപ്രഖ്യാപനത്തിന് ശത്രുവിനെപ്പോലും വിറപ്പിക്കാനുള്ളൊരു ശക്തിയുണ്ട്. ഇനി നമുക്ക് അവസാന ഭാഗത്തേക്ക് കടക്കാം. പ്രഭാതത്തിലെ സന്തോഷം.
ഇവിടെ ദുഃഖമെല്ലാം മാറി വിടുതലിലും നീതിയിലുമുള്ള പ്രത്യാശ നിറയുകയാണ്. കണ്ണുനീരിന്റെ ആ നീണ്ട രാത്രിക്ക് ശേഷം ഉദിക്കുന്ന സന്തോഷത്തിന്റെ ഒരു പ്രഭാതമാണിത്. അവസാനത്തെ വാക്യം ഒരു യാചനയല്ല, അതൊരു പ്രഖ്യാപനമാണ്. അവർ ലജ്ജിച്ചു ഭ്രമിക്കും, പെട്ടെന്ന് നാണിച്ചുപോകും. ഇരയായിരുന്ന ആൾ ഇപ്പോഴൊരു ജേതാവായി മാറുന്നു. തന്നെ ഉപദ്രവിച്ചവരുടെ പതനം അദ്ദേഹം പൂർണ്ണ ആത്മവിശ്വാസത്തോടെ പ്രഖ്യാപിക്കുകയാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചോ? ദേഷ്യമോ പകയോ ഒന്നുമില്ലാതെ വളരെ ശാന്തമായിട്ടാണ് ദാവീദ് ഇത് പ്രഖ്യാപിക്കുന്നത്. ഇതൊരു ഉറപ്പാണ്. ദുഷ്ടന്റെ വഴി എപ്പോഴും അവസാനിക്കുന്നത് ലജ്ജയിലും അപമാനത്തിലുമായിരിക്കും. ഇതിലെ സന്ദേശം വളരെ വ്യക്തമാണ്. അവസാനം ദൈവം തന്റെ ജനത്തെ ഉയർത്തും, ദുഷ്ടരുടെ പദ്ധതികളെയെല്ലാം തകർക്കും. അപ്പോ കണ്ണുനീരിന്റെ ഈ സങ്കീർത്തനത്തിലൂടെയുള്ള നമ്മുടെ ഈ യാത്രയിൽ നിന്ന് എന്തൊക്കെ പ്രധാന പാഠങ്ങളാണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്? നമുക്ക് ചുരുക്കത്തിലൊന്ന് നോക്കാം. ഒന്നാമതായി, ഇത് ദുഃഖത്തിൽ തകർന്ന ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു സത്യസന്ധമായ പ്രാർത്ഥനയാണ്. രണ്ടാമതായി, നമ്മുടെ യോഗ്യതയല്ല, ദൈവത്തിന്റെ കരുണയാണ് നമ്മുടെ ഏക പ്രത്യാശ. മൂന്നാമതായി, നമ്മുടെ കണ്ണുനീരിനും ഉറക്കമില്ലാത്ത രാത്രികൾക്കും ദൈവം സാക്ഷിയാണ്. നാലാമതായി, ദൈവം പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല, അതിന് ഉത്തരം നൽകുകയും ചെയ്യും. പിന്നെ അവസാനമായി, ദുഷ്ടതയ്ക്ക് എന്നേക്കും നിലനിൽപ്പില്ല, ദൈവം അതിന് ഒരവസാനം വരുത്തും. 6-ാം സങ്കീർത്തനത്തിന്റെ ഹൃദയത്തിലുള്ള സന്ദേശം ഇതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കണ്ണുനീരിന്റെ രാത്രികളുണ്ടാവാം, കഠിനമായ വേദനയും സഹനവുമൊക്കെ ഉണ്ടാവാം. എന്നാൽ പ്രഭാതത്തിൽ സന്തോഷം വരുമെന്നുള്ള ഉറപ്പാണ് ദൈവം നമുക്ക് നൽകുന്നത്.